തൃശ്ശൂരിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വരികയാണ് ഇപ്പോൾ. ചെറുതുരുത്തിയിൽ സ്ത്രീയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. നൃത്താധ്യാപികയായ മലപ്പുറം സ്വദേശി ധനലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് വിബീഷാണ് കൊലപ്പെടുത്തിയത്. ഷബാസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. ഷബാസ്, എപ്പോൾ സംഭവിച്ചതാണ്? ഈ വിബീഷ് കുറ്റം സമ്മതിച്ചോ? ഇയാളെ പോലീസ് പിടികൂടിയോ? എന്തിനായിരുന്നു ഈ കൊലപാതകം? അഷിയാസ്, വളരെ ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് തൃശ്ശൂർ ചെറുതുരുത്തിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ കൊലപാതകയായ വിബീഷ് എന്ന യുവാവ് ഈ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയപ്പോഴാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാൾ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം തേഞ്ഞിപ്പലം ഈ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത്. എന്നിട്ട് പോലീസിനോട് പറയുന്നു, ഞാനൊരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നൃത്താധ്യാപികയായ ധനലക്ഷ്മി എന്ന സ്ത്രീയാണ് കൊലപ്പെടുത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാകുന്നത്. ഇന്നലെ ഇരുവരും ചേർന്ന് ഈ ചെറുതുരുത്തിയിലുള്ള അന്ന റെസിഡൻസിയിൽ റൂം എടുത്തിരുന്നു. അവിടെ വെച്ചാണ് കൊലപാതകം ഇന്നലെ നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിന് പിന്നാലെ ഇന്ന് ഈ വിബീഷ് എന്ന് പറയുന്ന യുവാവ് തെഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. തന്നെ കല്യാണം കഴിക്കാൻ ഈ സ്ത്രീ ധനലക്ഷ്മി നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. 6 വർഷമായി ഇവർ തമ്മിൽ പരിചയത്തിലായിട്ട് ഇവർ സുഹൃത്തുക്കളായിരുന്നു. അതിനിടെ ഇങ്ങനെ ഈ ധനലക്ഷ്മി വിബീഷിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ നിർബന്ധിപ്പിച്ചു. മറ്റ് ഭർത്താവും കുട്ടികളും ഒക്കെയുള്ള സ്ത്രീയാണ്. അതിനാൽ തന്നെ ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഒരു കൊലപാതകം നടത്തി എന്ന മൊഴിയാണ് വിബീഷ് ഇപ്പോൾ എന്തായാലും പോലീസിന് നൽകിയത്. പോലീസ് എന്തായാലും തെഞ്ഞിപ്പലത്തെ റെസിഡൻസിയിലെത്തി, ചെറുതുരുത്തിയിലെ റെസിഡൻസിയിലെത്തിക്കൊണ്ട് ഈ മൃതദേഹം അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. അവിടെ വാതിൽ അടച്ച നിലയിലായിരുന്നു. പോലീസ് എത്തി വാതിൽ തുറന്ന് പരിശോധിച്ചപ്പോൾ അകത്ത് മൃതദേഹം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിബീഷ് നൽകിയൊരു മൊഴിപ്രകാരം ഈ സ്ത്രീയെ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ്. പ്രതി എന്തായാലും കീഴടങ്ങിയിട്ടുണ്ട്. ഷിയാസ്, ശരി. ഷബാസ് അഹമ്മദാണ് തൃശ്ശൂരിൽ നടന്ന ആ ഒരു കൊലപാതകം സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.